പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ ഇങ്ങനെ കയറുന്നു. ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ഓ ആഗ്രഹം. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ബേസിക്കലി നമ്മുടെ PM-ക്കും ഞാൻ ശരിക്കും അത് അമ്മന്റെ വേണ്ടി അല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content, and that one's become like very much viral, and people are very much angry. And I never thought like I wants to hurt anybody because I really don't want to hurt anyone. No, സർ, കഴിഞ്ഞ ദിവസം നീറ്റ് പ്രതിഷേധം അതിര് കടന്നപ്പം അതിൽ ഏറ്റവും ശ്രദ്ധേയരായ രണ്ട് മൂന്ന് പേരുണ്ട്. എന്നുവെച്ചാൽ അവർ കുപ്രസിദ്ധി നേടിയവരാണ്. ജാൻമണി ദാസ്, സാറിന് അറിയായിരിക്കും, കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ ഒരു താരമായിരുന്നു അവർ. അപ്പം അവർ പറഞ്ഞ വളരെ വേഴ്സായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് പോലും പറയാൻ നാണക്കേട് വരും. കാര്യം അത്രമാത്രം വളരെ മോശമായിട്ടാണ് അവർ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അച്ഛനെ ആദ്യം പോയി കണ്ടുപിടിക്കാനൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞു? നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം നമുക്ക് ആരെയും കളിപ്പിക്കുമെന്നല്ല, എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. സാർ, ഇത് പ്രതിഷേധക്കാർക്ക് പോലും നാണക്കേട് ഉണ്ടാകുന്ന തരത്തിലാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. അതിന് അത്ര പോലും നിലവാരമില്ലാത്ത കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ. അപ്പം സാർ എന്താണ് ഇതിപ്പം എങ്ങനെ ഇത് നമ്മൾ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കും? അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുകയല്ല, പക്ഷെ ഇവർ പറഞ്ഞത് ഇവർക്ക് ഇന്ത്യയെക്കുറിച്ചേ അറിയില്ലാത്ത പോലെയാണ് ഇവർ പറയുന്നത്. അത് അച്ഛനെ പോയി കണ്ടുപിടിക്കാനൊക്കെയാണ് പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാറ് എന്താണ് സാറിന്റെ ഒരു സാറ് കണ്ടതല്ലേ ഇത്? ഇതിപ്പം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല. ജാൻമണി ദാസിന്റെ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചാൽ കുറെ പേര് പ്രധാനമന്ത്രിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രധാനമന്ത്രിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മള് മദനി പണ്ട് പ്രസംഗിച്ചത് കൊണ്ടാണ് ഞങ്ങളെല്ലാം ഭീകരവാദികളും തീവ്രവാദികളും ആയതെന്ന് അന്ന് പിടിച്ച ആൾക്കാർ പറഞ്ഞു. ഇപ്പം പ്രധാനമന്ത്രിയെ കൊല്ലുന്നതാണ് എന്റെ ഹീറോയിസം എന്നുള്ള രീതിയിൽ വീട്ടമ്മ പറയുന്നു, 5 വയസ്സുകാരൻ പറയുന്നു, 10 വയസ്സുകാരൻ പറയുന്നു, അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസർമാർ പറയുന്നു, മറ്റു പലരും പറയുന്നു. ഇത് പിറ്റേ ദിവസം വന്ന് മാപ്പ് പറയുന്നു. അതായത് ഈ രീതിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലുന്നത് ഞങ്ങൾക്ക് ഹരമാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരെല്ലാം ഹീറോസ് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആണോ ഇതിന്റെ പുറകിൽ എന്ന് വിചാരിക്കേണ്ടി വരും. ജാൻമണി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആണാണോ പെണ്ണാണോ എന്ന് അവർ പറയണം. മനസ്സിലായി? ട്രാൻസ്ജെൻഡർ 2 ഐറ്റം ഉണ്ട്. കാണുമ്പോ ഇത് പെണ്ണിന്റെ കൂട്ടിരിക്കുക, മോന്ത കണ്ട വേറെ വലതുമായിട്ടിരിക്കുക. അപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, അതായത് 1947 അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അച്ഛൻ മരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായത് 50-ലാണെന്നും അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്തയില്ലാത്തവനാണെന്നും അവരുടെ അമ്മയെ പറഞ്ഞത് ഏത് തരത്തിലാണെന്നുള്ളതാണല്ലോ ഇതിനകത്ത് വന്നത്. ഇത് എടുത്തു വെച്ച് ചില പീറ ചാനലുകൾ ഇവൾക്ക് ഇന്റർവ്യൂ കൊടുക്കുക. ഇവളെ അറിയാമോ? ഇവളെ പറ്റി BJPക്കാരന് നട്ടല്ലില്ലായ്മയാണ് ഇതുമാതിരി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും കേരളത്തിലെ BJPക്കാരന്റെ നട്ടല്ലില്ലായ്മയാണ് ഇവിടെ പ്രധാനമന്ത്രിയെ കൊല്ലണമെന്നും അമിത്ഷായെ കൊല്ലണമെന്നും മോദിയെ കൊല്ലണമെന്നും നിരന്തരം പറയാൻ ആളുകൾ ഉണ്ടാവുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതായത് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാണെങ്കിൽ അതിന് ചോദിക്കാനും പറയാൻ ആളുണ്ട്. BS-നെ ചീത്ത പറയുന്ന കാലത്ത് പിന്നെ റോഡിൽ ഇറങ്ങത്തില്ല മാപ്പ് പറയാതെ, അല്ലെങ്കിൽ പിണറായി വിജയനെ പറയുന്ന കാലത്ത് റോഡിൽ ഇറങ്ങത്തില്ല മാപ്പ് പറയാതെ. പിണറായി വിജയനെ വിമർശിക്കാം, രാഷ്ട്രീയപരമായി വിമർശിക്കാം. അച്ഛനെ പറയുന്നതും അമ്മയെ പറയുന്നതും BD സതീശന്റെ അമ്മയെ പറയുന്നതും തന്തയെ പറയുന്നതും വീട്ടുകാരെ പറയുന്നതും ഒന്നുമല്ല മാന്യത. മനസ്സിലാവുന്നുള്ളൂ? ഇത് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇവരെ കൊണ്ട് ഇത് പറയിക്കാണ്. ഇപ്പൊ ഇവളെ ആരാണെന്നറിയാം? ഇവിടെ വലിയ ആർട്ടിസ്റ്റ് ആണല്ലോ, ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ വാ തുറന്ന മൈക്ക് കുത്തിക്കേറ്റാൻ ആളുണ്ടല്ലോ. ഇവളെപ്പറ്റി വല്ലതും അറിയാമോ? 10 കൊല്ലം മുമ്പ് ഗുവാഹത്തി എക്സ്പ്രസില് ട്രെയിനില് ഒരു ഒട്ടിയ വയറും കീറിയ ഒരു ബാഗുമായിട്ട് ഇവിടെ വന്നോളാ ട്രാൻസ്ജെൻഡർ. മനസ്സിലാവുന്നു?
ഉണ്ടോ ഇവിടെ വന്ന് തേവര അല്ലെങ്കിൽ എറണാകുളത്ത് ഇറങ്ങി തേവരയിൽ അവിടെ ഇറങ്ങിയിട്ട് തേവര ഒരു ഒറ്റ ബെഡ് അല്ലെങ്കിൽ ഒരു ബെഡുള്ള ഒരു റൂമിനകത്ത് കൂട്ടമായിട്ട് അവിടെ കിടന്നാണ് ട്രാൻസ്ജെൻഡേഴ്സ്, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അവിടെ നിന്ന് ഫിലിം ഫീൽഡിലേക്ക് പോയി. ഈ ഫിലിം ഫീൽഡിൽ ചില ആർട്ടിസ്റ്റുകളുടെ ഒക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റായി, ഭാവനയുടെ മഞ്ജുവാരുടെ ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. പിന്നെ ഇവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവള് ആണാണോ പെണ്ണാണോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ലല്ലോ. അപ്പൊ ട്രാൻസ്ജെൻഡർ രണ്ടും വരാം. ഇവിടെ വേഷം കണ്ടാൽ ഞാൻ മുമ്പേ പറയുന്ന പോലെ പെണ്ണിന്റെ കൂട്ടിരിക്കുക. ഇവിടെ വേറെ വല്ലതും നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. ആണാന്നോ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ, അപ്പൊ അവള് തന്നെ പറയണം. അപ്പം അങ്ങനെ ആയപ്പോ ഇവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവർ കൂടെ കൂട്ടി. മാത്രമല്ല ഈ സൈസിന് കൂടെ നിന്നാൽ ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇവര് കൂടെ നിന്നപ്പോ ചിലർക്കൊക്കെ ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞു ഇവിടെ കൂടെ നിർത്താൻ ആൾക്കാരുടെ തെള്ളായി. ഇവള് പിന്നെ നമ്മുടെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ലോകത്ത് കൊള്ളില്ലാത്തവരെല്ലാം കൂടെ വെച്ചോണ്ടുള്ള പരിപാടി. ഏഷ്യാനെറ്റ് എന്റെ പേര് കേസ് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നീ സൈസ് ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഈ സൈസ് 1-2 എണ്ണത്തിനെ ഇപ്പൊ നമ്മൾ 2 ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സൈസിനെ കൈകാര്യം ചെയ്ത് ഇറക്കുന്നവരാ, മനസ്സിലാവുന്നുണ്ടോ? ഏഷ്യാനെറ്റ് പരിപാടി മോഹൻലാൽ ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഐറ്റം അവിടെ കയറി അവിടെ നിന്ന് വെളിയിലിറങ്ങി. ഇപ്പൊ ഇത് രാവിലെയും വൈകിട്ടും വിഡിത്തം പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പൊ മാപ്പും മറ്റേതും മറിച്ചതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മ, തന്തയില്ലാതെ കുഞ്ഞുണ്ടാവുന്ന അമ്മ ഏത് ഗണത്തിൽ വരും എന്നുള്ള കാര്യം പറയണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും ഇവ തന്തയും തള്ളയും തിരക്കി പോയാൽ ഇവിടെ വീട്ടിൽ 18 ഉണ്ട്, ആസാമിലുണ്ട്. ഇവിടുത്തെ BJP-ക്കാരനെ അവന് വയ്യാങ്കിൽ ആണ് ഈ പണി, അവന് വയ്യാങ്കിലേ രാവിലെ വൈകിട്ട് ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കുകയും അല്ലെങ്കിൽ മോദിയെ തന്തയ്ക്ക് വിളിക്കുകയും BJP നേതാക്കന്മാരെ തന്തയ്ക്ക് വിളിക്കുകയും നിർത്താൻ ആംബിയർ അല്ലെങ്കിൽ ഇവളെ ആസാമിൽ നിന്ന് വന്നോളൂ, ആസാമിലോട്ട് കയറ്റി വിട്ടാൽ മതി, മനസ്സിലായില്ലേ? ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെന്ന് അറിഞ്ഞാൽ അതിനെ അവിടെ തിരിച്ചങ്ങോട്ട് അവൾ അവിടുന്ന് വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ ഇവിടെ വന്നാന്നല്ലോ ഇപ്പൊ കോടീശ്വരിയാന്നാ പറയുന്നേ, മനസ്സിലായി? എന്റെ വളർച്ചയിൽ അസൂയമൂത്ത ഏതൊരുത്തനായിരിക്കും അത് ചെയ്തത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കയ്യിലോട്ട് കൊടുത്താൽ മതി. ഇവിടെ എന്തുവാ ഇപ്പോഴത്തെ സോക്കേട്? ഭക്ഷണം കഴിച്ച് എല്ലിനിറങ്ങി കയറിയതാ, അത് അയാളങ്ങ് മാറ്റിക്കോളൂ. മനസ്സിലായി? ഇവിടെ പരാതിയൊക്കെ പോയിട്ടുണ്ട്. മീഡിയ സെല്ലിന്റെ നന്ദു എന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആരുടെ? BJP-യുടെ.